ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. തേക്കടിന്ന് നേരെ കുമരകത്ത് വരാനായിരുന്നു പ്ലാൻ. പക്ഷേ കാറിന് ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളതാണ്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം എന്തായാലും ഞങ്ങൾ എത്തി. വി ആർ ആറ്റ് CGH കോക്കനട്ട് ലഗൂൺ കുമരകം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഈ പ്രോപ്പർട്ടീനെ കുറിച്ച് ഒരുപാട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടീസ് ഇൻ കേരള എന്നാണ് കേട്ടിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ എക്സ്പീരിയൻസ് തുടങ്ങുന്നത് ഇവിടുത്തെ പാർക്കിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങും. കാരണം കാർ പാർക്ക് ചെയ്തിട്ട് ഒരു ബോട്ടിലാണ് നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകേണ്ടത്. ആ ബോട്ട് റൈഡ് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു കോക്കനട്ട് ലഗൂൺ കുമരകം. അപ്പോൾ ഇത് പ്രൈവറ്റ് ബോട്ട് ജെട്ടിയാണ്. ദിസ് ഇസ് ഓൺലി ഫോർ കോക്കനട്ട് ലഗൂൺ. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ജെട്ടി ഉണ്ട്. ആൻഡ് ജെട്ടി ഈസ് ഓൾസോ വെരി വെൽ ഡെക്കറേറ്റഡ്. ശരിക്കും ഒരു നാടൻ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്നേ തുടങ്ങുവാണ് നമ്മുടെ CGH എക്സ്പീരിയൻസ്. ആൻഡ് ദിസ് ഇസ് അവർ ബോട്ട്. ഒരു ചെറിയ ക്രൂസിലാണ് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകാൻ പോകുന്നത്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ബോട്ട് ജെട്ടിയിൽ നിന്ന് നേരെ കോക്കനട്ട് ലഗൂണിൽ പോവാണ്. അതൊരു 10 മിനിറ്റ്സിലെ ക്രൂസാണ്. ആൻഡ് ഇറ്റ്സ് എ സച്ച് എൻ ബ്യൂട്ടിഫുൾ ക്രൂസ്. സൈഡിൽ രണ്ടും ഗ്രീനറി ആണ്. ആൻഡ് ഇറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ CGHനൂടെ താമസിക്കുമ്പോൾ ഒരു ഹോളിഡേ അല്ല, ഒരു വെക്കേഷൻ അല്ല, ടോട്ടലി ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമുക്ക് സ്പൈസ് വില്ലേജിൽ കിട്ടിയ തനി തേക്കടി എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇവിടെ കിട്ടുന്നത് എത്തിയിട്ടില്ല. പക്ഷേ ഈ ക്രൂസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നത് ശരിക്കും ഒരു കുമരകത്തിലെ എക്സ്പീരിയൻസ് തന്നെയാണ്. ആൻഡ് ഐ എം എൻജോയിങ് ദിസ് സോ മച്ച്. വേദു ബോട്ട് റൈഡ് ശരിക്കും ബാക്കിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേദുവിൻ്റെ എനിക്കത് ആദ്യത്തെ ബോട്ട് റൈഡാണ്. സോ ഇറ്റ് ഇസ് സോ എക്സൈറ്റിംഗ്. ആൻഡ് ഞാൻ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇറ്റ്സ് മാജിക്കൽ. ശരിക്കും ഒരു പച്ചപ്പാണ്. ഈ കായൽ വേമ്പനാട് ലേക്ക് അറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ ലോങ്ങസ്റ്റ് ഇന്ത്യയിലെ തന്നെ ലോങ്ങസ്റ്റ് ലേക്കാണ്, കേരളത്തിലെ ബിഗസ്റ്റ് ലേക്കാണ്. ആൻഡ് ഈ സൈഡിലുള്ള ഈ ഗ്രീനറീസും ശരിക്കും ഒരു വളരെ വളരെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ റിസോർട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ റിസോർട്ട് എത്തി. എന്തൊരു ഭംഗി, സോ ബ്യൂട്ടിഫുൾ. ശരിക്കും ട്രഡീഷണൽ തറവാട് രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. CGH ആൻഡ് കേരള ഉണ്ടല്ലോ, ഇത്രയും സിങ്ക് ആയിട്ടുള്ള വേറൊരു ഹോട്ടൽ ഗ്രൂപ്പ് കാണില്ല നമുക്ക് കേരളമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട്. നേരെ നമ്മുടെ ഈ ബാക്ക് വാട്ടേഴ്സ് ചെന്ന് ചേരുന്നത് വേമ്പനാട് ലേക്കിലേക്ക് തന്നെയാണ്. ഇറ്റ് ഇസ് സച്ച് എ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ. നിങ്ങൾ ഇവിടെ വന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം. എനിക്ക് ക്യാമറയിൽ കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ പകുതി ഭംഗി ക്യാമറയിൽ കൂടെ കാണുന്നതിൻ്റെ ഡബിൾ ഭംഗിയായിരിക്കും നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ. അതിൻ്റെ കൂടെ ഈ സൈഡിലുള്ള ഈ ഭംഗിയും ഈ ബേർഡ് സാഞ്ചുറിൻ്റെ തൊട്ടടുത്തല്ലേ. ആൻഡ് സോ അത് തന്നെ ഞാൻ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടനോട് ചോദിച്ചു, സൈഡിൽ കാണുന്ന ഈ ഫോറസ്റ്റ് പോലെ കാണുന്നത് ബേർഡ് സാഞ്ചുറി. സോ ബേർഡ് സാഞ്ചുറി, വേമ്പനാട് ലേക്ക്, ആൻഡ് ദാറ്റ്സ് അവർ ബ്യൂട്ടിഫുൾ കോക്കനട്ട് ലഗൂൺ റിസോർട്ട്. ശരിക്കും ഒരു ലഗൂൺ അല്ല, ഇത് ഒയാസിസ് എന്നൊക്കെയാണ് പറയേണ്ടത്. ലൈക്ക് എ സ്മോൾ പീസ് ഓഫ് ഹെവൻ. ഇറ്റ് ഈസ് സോ സൈലന്റ്, സോ കാം. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. എന്ത് പറയാൻ, ഐ എം സോ എക്സൈറ്റഡ്. മൈ ഗോഡ്, ഇറ്റ് ഈസ് സോ 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 ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് കുമരകോ അല്ലെങ്കിൽ ആലപ്പി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വന്ന് കയറുന്നത് തന്നെ നമ്മുടെ ഒരു ശരിക്കും ഒരു കുട്ടനാടിൻ്റെ കുമരകത്തിൻ്റെ ഒക്കെ ഒരു ഫീൽ തന്നെയാണ്. ഈ ബോട്ടിൽ വന്ന് കയറുന്നത് തന്നെ വേറൊരു ഫീലിംഗ് തന്നെയാണ്. ലുക്ക് അറ്റ് ദ റിസപ്ഷൻ. ശരിക്കും എന്തൊരു വെൽക്കമിങ് അല്ലേ. വെറുതെ അല്ല, നമ്മുടെ ഫോറിനേഴ്സും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്ന് ഇവിടെ കണ്ട് വാവ് എന്നൊക്കെ പറഞ്ഞ് ടോട്ടലി മെസ്മറൈസ്ഡ് ആയിട്ട് പോകുന്നത്. വന്ന് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ ഇത് ഫസ്റ്റ് ഇംപ്രഷൻ ഇതാണെങ്കിൽ ഇനി we can't wait to enjoy our stay here. ഓപ്ഷനിൽ വരുമ്പോൾ തന്നെ വേദുവിന് പറ്റിയൊരു സാധനമുണ്ട്. വേദു സ്വിംഗ് ആണ് വേദു. ഇത് പ്രിയയുടെ ഫേവറേറ്റ് തന്നെയാണ് ഇവിടുത്തെ വെൽക്കം ഡ്രിങ്ക്. നമുക്ക് തേക്കടിയിൽ സിനമൺ ടീ കിട്ടിയത്. ദിസ് ഇസ് പെർഫെക്റ്റ് കുമരകം ഫ്രഷ് കോക്കനട്ട്. പറ്റിയ സാധനമാണ്. വേദുവിന് ഇഷ്ടമാണ്, പക്ഷെ വേദുവിന് അത് ഫീഡിംഗ് ബോട്ടിൽ ഇട്ട് കൊടുക്കണം. ആണല്ലേ, അപ്പൊ ഞാൻ കുടിക്കുന്നു. ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. എന്താ കാരണം എന്നറിയില്ല, പക്ഷെ ദാറ്റ്സ് ദ എനർജി വാട്ട് വി ആർ ഗെറ്റിംഗ്. ആൻഡ് ഇത് ആക്ച്വലി ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഇവരുടെ റിസപ്ഷൻ ഒരു ഒത്തൻറ്റിക് 4 കെട്ട് ബിൽഡിംഗ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഇത് ആക്ച്വലി അങ്ങനെ തന്നെ പാലക്കാട് നിന്ന് ആ ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ റീകൺസ്ട്രക്ട് ചെയ്താണ്. സോ ഓൾ ദ മെറ്റീരിയൽസ് ആർ റിയലി ഓൾഡ്, ക്ലോസ് ടു 150 years ഓൾഡ് ആണ്. സോ ഇറ്റ് ഇസ് അവരുടെ ഹെറിറ്റേജ് അതുപോലെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് സ്റ്റണ്ണിങ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. ശരിക്കും വി ആർ ആക്ച്വലി ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ പാസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഫീലിംഗ് ആണ്. അൺബിലീവബിൾ.
പ്രിയ മാപ്പ് ഉണ്ട് ഇവിടെ, വലിയൊരു മാപ്പാണ് ഇത്. ആക്ച്വലി ഒരു മാപ്പ് കം സർട്ടിഫിക്കറ്റ് ആണ് നമ്മളിവിടെ എത്തിയത്. ആൻഡ് നമ്മുടെ റൂം സ്പെഷ്യലാണ്, അതേ കാണിച്ചു തരാം. വേദുവിന് കരിക്ക് വേണം, ഇപ്പൊ ഫീഡിംഗ് ബോട്ടിൽ എടുക്കാം. പ്രിയ ഫസ്റ്റ് ഇംപ്രഷൻ? I have no words to say. എന്തൊരു എന്താ പറയാ, എനിക്ക് കിട്ടുന്നില്ല വാക്കുകൾ പറയാം. അത് നമുക്ക് ഇനി റൂമും കൂടെ കണ്ടിട്ട് ബാക്കി പറയാം. ആൻഡ് ഇതാണ് അപ്പോൾ നമ്മുടെ റിസപ്ഷൻ. ആൻഡ് വി ആർ വാക്കിംഗ് ടുവേർഡ്സ് ദ റൂം. ശരിക്കും ഇവിടെ ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ, കളരി, യോഗ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഇപ്പം കോവിഡ് കാരണം ഒന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെ ഇവിടെ 2 ദിവസം വന്നാലും അടിച്ചു പൊളിക്കണം. വി വോണ്ട് ബി ലിവിംഗ് ദ റിസോർട്ട്, വിൽ ബി ഇൻസൈഡ് ദ റിസോർട്ട് ആൻഡ് വിൽ ബി ഹാവിംഗ് ലോട്ട്സ് ഓഫ് ഫൺ ഫോർ ദ 2 days. അപ്പോൾ ചെറിയ പാലമൊക്കെ ഉണ്ട്. സോ വെൽ മെയിൻറ്റൈൻഡ് ഓൾസോ. ഒരു അഴുക്ക് ഒന്നുമില്ല കേട്ടോ ഈ വെള്ളത്തിൽ. ഇതൊക്കെ കണ്ട് ശരിക്കും ട്രഡീഷണൽ രീതിയിൽ തന്നെ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്, പഴയ മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ അവർ ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ഇത് ഡബിൾ ഫ്ലോർ ആണ്. അവരുടെ 3 കാറ്റഗറിയാണ് ഉള്ളത്. ഇതെനിക്കൊന്നൊരു ഡ്യൂപ്ലേ മാൻഷൻ. നേരെ കാണുന്നതാണ് ഏറ്റവും ബിഗിനിങ്, ഒരു സ്റ്റാൻഡേർഡ് കോട്ടേജ്. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന ഒരു സ്ഥലം, അത് അവിടെ എത്തിയിട്ട് പറയാം. നമുക്ക് വീട് കെട്ടുമ്പോൾ ഇങ്ങനെ കെട്ടാം. ഇത് എവിടെ പോയാലും കാസിനോട് ഏത് പ്രോപ്പർട്ടി കണ്ടാലും നേരത്തെ തേക്കടി പോയപ്പോൾ അതുപോലെ കെട്ടാമെന്നായിരുന്നു. പിന്നെ ഇതിപ്പോ കുമരകത്ത് വന്നപ്പോൾ അതുപോലെ കെട്ടാമെന്നായി. ബാക്ക് വാട്ടേഴ്സിന്റെ അടുത്ത് വേണം എനിക്ക്. വ്യൂ വേണം, എന്തായാലും വേണം. എന്നാ തണുപ്പും വേണം, തേക്കടിയോ പോലെ. അത് കുറച്ച് പാടായിരിക്കും, തണുപ്പും ബാക്ക് വാട്ടേഴ്സും എല്ലാം കൂടെ. കൺസ്ട്രക്ഷൻ പഴയ സ്റ്റൈൽ. ഗൈസ് ഇത് കണ്ടോ, നടന്നു പോകുമ്പോൾ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറഞ്ഞു. അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഫെൻസ് വെറുതെ വിട്ടാൽ മതിയല്ലോ അവർക്ക്, വെറുതെ എന്തിനാ അത് ഡെക്കറേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ ഒരു വുഡ് വെച്ചാണ്. വുഡിൽ ഒരു ഫ്ലവർ പോട്ട് പോലെ ചെയ്ത്. ഇതൊക്കെ ശരിക്കും എന്തൊരു ഐഡിയാസ്, ഇവരുടെ എല്ലാ ഐഡിയാസും നമുക്ക് അടിച്ചു മാറ്റണം കേട്ടോ. ഏറ്റവും ഇക്കോ ഫ്രണ്ട്ലിയും ഏറ്റവും ബ്യൂട്ടിഫുള്ളും ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ലോങ് വാക്സ്, ഇപ്പൊ റിസപ്ഷനിൽ നിന്ന് ഇവിടം വരെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്റർ ഉണ്ടെന്ന്. എൻജോയ് ചെയ്യുന്നത് വേദുവാണ്. ഈ വ്യൂവും കണ്ട് സേഫ് ആയിട്ട് നടക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പൊ നടത്തുന്നത് ഞാൻ എന്തൊരു വാല്യൂ അല്ലേ. പണ്ടൊക്കെ നടക്കുന്ന ഒരു ഇതായിരുന്നു, ഇപ്പൊ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പൊ നടന്ന് നമ്മൾ ബാക്ക് പോട്ട് നേരെ വേമ്പനാട് ലേക്കിന്റെ വ്യൂവിലേക്ക് എത്തി. ഇനി നമ്മുടെ വില്ലയിലേക്ക് പോവാം. പ്രിയയുടെ എക്സൈറ്റ്മെന്റ് ലെവൽ കൂടിക്കൊണ്ടിരിക്കുവാണ്. Hi guys, welcome to our pool villa at Coconut Lake. ഇനി പ്രിയാസ് റൂം ടൂർ കാണിച്ചു തരാം. നമ്മുടെ പുതിയ സെഗ്മെന്റ് ആണ്. ഇതൊരു ചെറിയ വരാന്തയാണ്, ഭയങ്കര ട്രഡീഷണൽ ആയിട്ടാണ്. ഇവിടുത്തെ മെയിൻ വ്യൂ നോക്കി, ഞാൻ ഇവിടെ നിന്ന് ഇരുന്ന് കാണിച്ചു തരാം. നോക്കി നേരെ ഇരുന്ന ബാക്ക് വാട്ടേഴ്സ് ആണ് നമ്മുടെ വേമ്പനാട് ലേക്ക്. എന്തൊരു ഭംഗിയാണ് കാണാൻ. അത് ചേരൊക്കെ കണ്ടോ, ഇതാ ഇത് നോക്കൂ, ഡോറ് നോക്ക്, ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റ് വർക്കൊക്കെ ഉള്ള ഡോറ്. Oh, see the small, it's like a small house കേട്ടോ. എന്തൊരു ക്യൂട്ട് ആൻഡ് ട്രഡീഷണൽ അറിയോ. എനിക്ക് ഇഷ്ടമുള്ള ടൈൽസ് ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ടൈൽസ്, ഫേർണിച്ചറും അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫേർണിച്ചറും. പിന്നെ ഇത് നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ ഇത്. ഇത് നോക്ക്, എന്തൊരു ക്യൂട്ടാല്ലേ ഇത്. അയ്യോടാ, നമുക്ക് ഇങ്ങനെ കെട്ടണം കേട്ടാ വീട്ടില്. ചെറിയ ജനൽ ഇങ്ങനെ അടുക്കളന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കാൻ. ഇവിടെ കണ്ടോ പ്ലാസ്റ്റിക്കിന്റെ ഒരൊറ്റ സാധനമില്ല. ഇനി കമാൺ, മൈ ബെഡ്റൂം. ഏയ് ഇത് നോക്ക്, സീലിംഗ് നോക്ക്. ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചേ. ഈ പണ്ടത്തെ 4 കെട്ട് 8 കെട്ട് വീട്ടിലൊക്കെ ഇങ്ങനത്തെ സീലിംഗ് ആയിരിക്കും. അതുപോലെ നമുക്ക് ഇതുപോലെ വേണം. എനിക്ക് AC ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അറിയുന്നില്ല, എനിക്ക് തോന്നി, ശ്രദ്ധിച്ചു. അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാല്ലേ. അതിപ്പോ പ്രൊജക്ട് ചെയ്ത് AC കാണത്തുമില്ലല്ലോ, അതിന്റെ ഇന്റീരിയേഴ്സിന്റെ കൂടെ ചേർന്ന് പോവുകയും ചെയ്യും. ഇത് നോക്ക്, ദിസ് ഈസ് മൈ ബെഡ്റൂം. ഒരു സർപ്രൈസ് ഉണ്ട്. ഇതാരാ നോക്കി ഇവിടെ, സർപ്രൈസ് കേട്ടോ. നമ്മുടെ സ്വീറ്റ് ബെഡ്. പിന്നെ ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. ഇത് നോക്കി, ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്, കാണിച്ചതാട്ടോ. എന്തൊരു ക്യൂട്ടാല്ലേ. ട്രഡീഷണൽ അങ്ങനത്തെ വിൻഡോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല.
ഇതും വേണം കേട്ടോ നമ്മുടെ വീട്ടിൽ. ശരിക്കും ഇവിടെ തന്നെ ഒരു സ്ഥലം വാങ്ങണമായിരിക്കും ബെറ്റർ. നോക്ക്, വ്യൂ ഉണ്ട്, ബെഡ്റൂം വ്യൂ, എവിടെ നോക്കിയാലും വ്യൂ. അത് ബാക്ക് വാട്ടേഴ്സ് വേമ്പനാട്ട് കായൽ. എന്തൊരു ഭംഗി. ഇനി ബാത്റൂം. ഇതാണ്ടോ എന്തൊരു ട്രഡീഷണൽ ആയിട്ട് എല്ലാം എന്താ പറയുക, ടൈനി ടൈനി സാധനങ്ങളാണെങ്കിലും അവര് ഇങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള വിൻഡോസ്, ഈവൻ ലഗേജ് റാക്ക് ആണെങ്കിലും അവര് ട്രഡീഷണൽ ആയിട്ട് അത് ചെയ്തിരിക്കുന്നത്. ഈവൻ വാർഡ്രോബ് ആണെങ്കിലും ട്രഡീഷണൽ ആയിട്ടാണെങ്കിലും. ബാത്റൂം ഡോർ കണ്ടോ, ട്രഡീഷണൽ ആയിട്ടുള്ള ഡോറാ വെച്ചിരിക്കുന്നത്. ഹ്യൂജ് ബാത്റൂം. ഇവിടെ വലിയ ഷവർ ഏരിയ ഉണ്ട്, ക്ലോസറ്റ് ഏരിയ ഉണ്ട്, വലിയ മിറർ ഉണ്ട് എനിക്ക് ഡ്രസ് ചെയ്യാൻ. പ്ലാസ്റ്റിക് ആയിട്ടുള്ള ടൈൽസ് കൊടുത്തിട്ടുണ്ട് ബാത്റൂമില്. പിന്നെ ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഈ ഡോർ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് ഞാൻ പിന്നെ കാണിച്ചു കേട്ടാ. അതെ, വേറൊരു സർപ്രൈസ്. വാ വേജു, നമുക്ക് കാണിച്ചു കൊടുക്കാം വേജു. ഒരു സർപ്രൈസ് ഉണ്ടേ. ഉണ്ട് വേജു, സർപ്രൈസ് കാണിച്ചു തരാം. സ്റ്റെപ്സ് ഉണ്ട്. ഇത് നമ്മുടെ വിസിറ്റിംഗ് ഹാള്. ഇവിടത്തെ വ്യൂ, ലുക്ക് അറ്റ് ദിസ്, ലുക്ക് അറ്റ് ദിസ്. കുട്ടികളുള്ളപ്പോ സൂക്ഷിക്കണം. പൂൾവില്ല ആയതുകൊണ്ടിട്ട് എപ്പോഴും ഒരു കുഞ്ഞിന് മേലെ കണ്ണാണ്. ഇവിടെ ആയിരിക്കും ഞങ്ങള് മിക്കപ്പോഴും ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പോകുന്നല്ലേ വേദു? വേദു, ഇവിടെ തന്നെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്. നോക്കിയേ, ഒരു പ്രൈവസി തരുന്ന ഒരു ചെറിയ സിറ്റ് ഔട്ട്. ഇവിടെ ഫിഷിംഗ് ഏരിയ ഒന്നുമില്ല. അല്ല, ഇത് ആക്ച്വലി ഇവിടുത്തെ പാഡി ഫീൽഡ്സ് ആണ്. ആൻഡ് ഇതാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഒരു ഹൈലൈറ്റ് പ്ലേസ് ആയിട്ട് തോന്നിയത്. പെർഫെക്റ്റ് പ്ലേസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് കോഫിക്ക്. ആൻഡ് ഇതിനെ കാട്ടി ഒരു പ്രൈവറ്റ് ഏരിയ വിത്ത് സച്ച് എ സ്റ്റണിങ് വ്യൂ, അല്ലെങ്കിൽ വിത്ത് സച്ച് എ സ്റ്റണിങ് സൈലൻസ് ഒരിക്കലും കിട്ടുന്നതായിരിക്കില്ല എവിടെയും. ഇതാണ് കുമരകം എന്ന് പറയുന്നത്, പാഡി ഫീൽഡ്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ്. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഇവിടെയും കണ്ടാൽ ലാംപ്സ് ഒക്കെ വെച്ചിരിക്കുന്നത്. സീലിംഗില് പഴയ സ്റ്റൈലാണ്. ഈവൻ ദ ലാംപ് ഷെയ്ഡ്സ് ആർ സച്ച് ആന്റിക് സ്റ്റൈലാണ്. ഇറ്റ് ഈസ് റിയലി റിയലി സ്റ്റൈലിംഗ്. അതെ, വാൾ അവർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. അതിൽ ഒരു പഴയ ഒരു രീതിയിൽ അടിപൊളി പഴയ ടൈപ്പ്. ഹായ് ഗൈസ്, വി ആബ്സല്യൂട്ട്ലി ലവ് ദിസ് റൂം. അപ്പോൾ ഞങ്ങൾ 2 ദിവസം അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ വേഗം ഇനി കഴിച്ചിട്ട് ബാക്കി കാണാം. ബൈ. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇസ് ഓൾമോസ്റ്റ് 150-year-old ബിൽഡിംഗ് ആണ്. അത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ പണിതിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ ഹെറിറ്റേജ് പ്ലേസ്. ആൻഡ് ഇവിടുത്തെ വാക്കും റെസ്റ്റോറൻറ്റിലേക്ക് പോകാനുള്ള വാക്ക് ഇസ് ഓൾസോ റിയലി അമേസിങ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗൈസ്. ഇത് കണ്ടാൽ നിങ്ങൾ എങ്ങനെ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകാതിരിക്കും. ഇറ്റ്സ് സോ പീസ്ഫുൾ, ഇറ്റ്സ് സോ റിലാക്സ്ഡ്, ഇറ്റ്സ് സോ റിഫ്രഷിങ്. ഇറ്റ് ഈസ് അൺബിലീവബിൾ. പ്രിയ പോകുന്നുണ്ട് ഫുഡും തപ്പി. ഗൈസ്, റെസ്റ്റോറൻറ്റ് ബോർഡാണ്. പക്ഷേ ഇപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇത് കണ്ട മറ്റേ പങ്കായമാണ് ബോട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. സോ എഗെയിൻ അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ദിസ് ഇസ് സ്റ്റണിങ്. റെസ്റ്റോറൻറ്റ് എത്തി. ഔട്ട്ഡോർ സീറ്റിംഗ് ഏരിയ അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ പറ്റില്ല, ചൂടുണ്ട്. പക്ഷെ നല്ല കാറ്റാണ്. ആൻഡ് ദിസ് ഇസ് ദ റെസ്റ്റോറൻറ്റ്. ദിസ് ഇസ് ദ ടോട്ടൽ ഹെറിറ്റേജ് ബിൽഡിംഗ്. ഓൾമോസ്റ്റ് ക്ലോസ് ടു 100-150 years old ആണ്. ആൻഡ് ഇറ്റ് ഇസ് സ്റ്റണിങ് ആംബിയൻസ്. ഇവിടെ നിന്ന് ലഞ്ച് കഴിക്കുന്നത് കാരണം ഇവിടുത്തെയും വ്യൂ നേരെ നമ്മുടെ വേമ്പനാട് ലേക്ക് തന്നെയാണ്. ദിസ് റെസ്റ്റോറൻറ്റ് ഓൾസോ ഐ ആം ടോട്ടലി ലവിങ് ദിസ്. ആ ഫേർണിച്ചറിൻ്റെ ഒത്തൻറ്റിസിറ്റിയും, ഇത് പഴയതാണോ അത് പഴയതുപോലെ ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. പക്ഷേ ഇറ്റ് ഇസ് സ്റ്റണിങ്, പെർഫെക്റ്റ് വിത്ത് ദ തീം. അതല്ലാതെ തന്നെ ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു ചെറിയ 4-8 പോലത്തെ ഓപ്പണിങ്, ദാറ്റ്സ് ഓൾസോ സോ പ്രിറ്റി. ആൻഡ് ഇവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺനെസ് ഉണ്ട്, എല്ലാ സൈഡും ഓപ്പൺ ആണ്. സോ ദാറ്റ്സ് ഓൾസോ ഗിവിങ് എ വെരി എയറി ഫീലിംഗ്. ഇറ്റ് ഇസ് സോ 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 ഗുഡ്. ഇവിടെ ടിപ്പ് ബോക്സ് കണ്ട, ടിപ്പ് ബോക്സ് ഇസ് ഓൾസോ സോ നൈസ്. ഇതും വളരെ ഒത്തൻറ്റിക് ആണ്. ഇതും ഭയങ്കര നല്ല സംഭവം അല്ലേ. ഓരോ സ്റ്റാഫിന് ഇൻഡിവിജ്വലി ടിപ്പ് ചെയ്ത് കിട്ടുന്ന എല്ലാം ഇവർ ഷെയർ ചെയ്തെടുക്കും. ദാറ്റ്സ് ഓൾസോ സോ നൈസ്. ആൻഡ് ഇവരുടെ ഡെക്കറേഷൻസ് ആണ്. ബോട്ട് ഒരു വഞ്ചിയുടെ രീതി ചെയ്തിരിക്കുന്നു. ദാറ്റ്സ് ഓൾസോ നൈസ്.
ഈവൻ ദ ബുഫേ കൗണ്ടർ, ഇപ്പോൾ ബുഫേ ഇല്ലെങ്കിലും ആ ബുഫേ കൗണ്ടർ വരെ വളരെ ഓത്തൻറ്റിക് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ കൗണ്ടർ ടോപ്സ്, ഒരു ബ്രാസിൻ്റെ പോലത്തെ ബുഫേ ലിഡ്. സോ ദാറ്റ്സ് ഓൾസോ സ്റ്റണിങ്. എവറിത്തിങ് ഇസ് സ്റ്റണിങ്. വീണ്ടും ഇതുപോലത്തെ ഈ 4-8 പോലത്തെ ഒരു ഓപ്പൺനെസ്, എന്തൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ വന്നിട്ടുണ്ട് ലഞ്ചിൻ്റെ. പെർഫെക്റ്റ് ഒരു ക്രിസ്പി ഫ്രഷാണ്, സ്ക്വിഡ് ഫ്രഷാണ് ആൻഡ് ലൈറ്റ്ലി ബാറ്റർ ഫ്രൈഡ്. സോ ഇറ്റ്സ് എ ബാറ്റർ ഫ്രൈഡ് സ്ക്വിഡ്. ബട്ട് ലുക്ക് അറ്റ് ദ പ്ലേറ്റിംഗ്, എന്തൊരു ഭംഗിൻ്റെ പ്ലേറ്റിംഗ് കാണാൻ തന്നെ. സ്റ്റാർട്ടർ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രിസ്പി ഫ്രൈഡ് സ്ക്വിഡാണ്. അതിൻ്റെ ബാറ്റർ വളരെ തിന്നാണ്, കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ ആൻഡ് സ്ക്വിഡ് ഇസ് സോ ഫ്രഷ്. സച്ച് എ ഗുഡ് ഡിഷ്. സിമ്പിളാണ് പക്ഷെ ഇറ്റ്സ് സോ ടേസ്റ്റി. സോ ഗുഡ് ഗൈസ്, സോ ഗുഡ്. സാധാരണ ബാറ്ററാണ് സ്ക്വിഡിനെ കാട്ടിക്കൊള്ളു, പക്ഷേ ഇവിടെ സ്ക്വിഡാണ്. ബാറ്റർ വെറുതെ ആ ക്രഞ്ചിനെസ് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഗൈസ് ലൈം സോഡ ഓർഡർ ചെയ്തു. ഓബ്വിയസ്ലി ലൈം സോഡ ഇല്ലാതെ ലഞ്ച് ഇല്ലല്ലോ. പക്ഷേ ഇതും കണ്ട, ഇത് ലൈമിൻ്റെ ഡെക്കറേഷൻസും ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കും, പക്ഷേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ യു ആർ പേയിങ് ഗുഡ് മണി, ഈ ചെറിയ കാര്യങ്ങൾ മേക്സ് യു ഫീൽ ഗുഡ്. ആൻഡ് ദിസ് ഇസ് വാട്ട് വി കോൾ അഗെയിൻ ഈ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഇതിൻ്റെ ലൈം ജ്യൂസിൻ്റെ വരെ പ്ലേറ്റിംഗ് വന്നിട്ടുണ്ട്. ആൻഡ് ഐ ആബ്സല്യൂട്ട്ലി അഗെയിൻ ലവ് ദ പ്ലേറ്റിംഗ്. ഇത് തുറക്കുമ്പോൾ ബിരിയാണിയൊക്കെ ഇങ്ങനെ തുറന്ന് കാണുമ്പോഴാണ് രസം. ആൻഡ് കാഷ്യൂസും ഫ്രൈഡ് അനിയൻസ് കണ്ടിട്ട് അടിപൊളിയാണ്. മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വേറെ പിക്കിളെന്താ, ഇത് ലൈമാണ്. ഒരു സാലഡും ഉണ്ട്, മാംഗോ പിക്കിളുണ്ട്, നല്ല പപ്പടമുണ്ട്. ഗൈസ് ഞാൻ ബിരിയാണി കുറച്ച് കഴിച്ചു. ഞാൻ ഇപ്പം ഇവിടെ ഇരുന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ തന്നെ അക്ഷത് എന്ന് പറഞ്ഞൊരു എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫ്രണ്ട് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ താമസിച്ചു 2 ദിവസം. ദേ എൻജോയ് എവറിത്തിങ്. ഫുഡ് മാത്രം അത്രയും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടൊന്ന് ഫുഡ് ഒന്ന് അഭിപ്രായം പറയാൻ പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി ഓരോരുത്തരുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഫുഡ്, വെറുതെ അഭിപ്രായം പറയാതെ അതിൻ്റെ ഫ്ലേവേഴ്സ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ മട്ടൻ ബിരിയാണിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഫോൺ കോൾ വന്നു. ഓക്കെ, മട്ടൻ ബിരിയാണിയാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സോ ഗുഡ്. ഇറ്റ് ഇസ് വളരെ മൈൽഡാണ്. മട്ടൻ ഇസ് സോ സോഫ്റ്റ്. ഇത് മട്ടൻ പീസസ് ആണ്. ഇറ്റ്സ് സോ സോഫ്റ്റ്, സോ വെൽ കുക്ക്ഡ്. ഒരു മലബാറി ഫ്ലേവർ അല്ല, പക്ഷെ ഒരു ചെറിയതായിട്ടൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലൊക്കെയാണ് ഇവിടുത്തെ ബിരിയാണി ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു മുഗൾ ബിരിയാണി. ഇറ്റ് ഇസ് സോ ഡെലിഷ്യസ് ഗൈസ്. അതിൻ്റെ കാഷ്യൂം അതിൻ്റെ ഫ്രൈഡ് ഓണിയൻസും അതിൻ്റെ ഒരു നെയ്യുടെ ഒരു ടേസ്റ്റും ഐ ആബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. അപ്പോൾ എനിക്ക് ബിരിയാണി ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമായി. അക്ഷത്ത് എന്താ ഓർഡർ ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ എം ഷുവർ ഇഫ് യു ആർ ട്രൈഡ് ദ ബിരിയാണി യു വുഡ് ഹാവ് ലവ്ഡ് ഇറ്റ് എ ലോട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേദുവിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. വേദുവിനും ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ചു തരാം. വേദുവിനും ബിരിയാണി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രിയ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വേദു പിക്കി ഈറ്ററാണ്. വേദുവിന് ഇഷ്ടപ്പെട്ട അതിനകത്ത് ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ്. വേദു വീണ്ടും പൊസിഷനൊക്കെ മാറിയിരിക്കുകയാണ്. ബിക്കോസ് ആബ്സല്യൂട്ട്ലി ലവ് ദ ബിരിയാണി. ഫുഡ് കഴിച്ചിട്ടാണ് വേദു പിന്നെ ബിരിയാണി കഴിക്കുന്നത്. അത്രയും നല്ലതായതുകൊണ്ട് ഐ ആബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. ഇറ്റ്സ് റിയലി ഗുഡ്. അതുമാത്രമല്ല നല്ല അത്യാവശ്യം നല്ല പീസും ഉണ്ട്, ബോൺലെസ് പീസസും ആണ് മട്ടൻ്റെ. ഗൈസ് അപ്പോൾ ഞങ്ങൾ മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് പായസം ഓർഡർ ചെയ്തിരിക്കുവാണ്. പക്ഷെ വേദു ഇരിക്കുന്നില്ല. വേദു ഇവിടെ കണ്ടപ്പോൾ ഈ ഓപ്പൺ സ്പേസ് ഒക്കെ കണ്ടപ്പോൾ വേദുവിന് ഓടിക്കളിക്കണം. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഓപ്പൺ സ്പേസിൽ തന്നെ ഇരുന്ന് പായസം കുടിക്കാമെന്ന് വിചാരിച്ചു. വാട്ട് എ പെർഫെക്റ്റ് പ്ലേസ് ഫോർ ഹാവിങ് പായസം അല്ലേ. ഹൗ അമേസിങ് ഇസ് ദിസ്. നമ്മൾ ഡിസേർട്ട് സാധാരണ എല്ലായിടത്തും പായസം പറയുമ്പോൾ പായസം കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ പായസവും പഴവും പപ്പടവും, അതിൻ്റെ കൂടെ പായസത്തിലെ ഡെക്കറേഷൻ കണ്ട. ഗൈസ് ഞാൻ പ്രിയനെ കൊണ്ട് റിവ്യൂ പറയിപ്പിക്കാത്ത, പ്രിയ എന്തായാലും നല്ലതെന്ന് പറയും. കാരണം പായസം എങ്ങനെ കിട്ടിയാലും പ്രിയക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പായസം ആക്ച്വലി പ്യുവർ മിൽക്ക് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്, മറ്റേ കണ്ടൻസ് മിൽക്ക് അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം മധുരം കുറച്ച് കുറവാണ്, അതല്ലാതെ ബാക്കി എല്ലാം അടിപൊളിയാണ്. അപ്പോൾ പായസം ഓക്കെ, കുറച്ച് മധുരം കൂടെ കൂടിയായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. പ്രിയ മതി ബാ, ഏതോ ഉറക്കം വരുന്നു. ആ പപ്പടം പായസത്തിലിട്ട് കുഴച്ച് കഴിക്കുമ്പോഴുണ്ടല്ലോ, സോൾട്ടും മധുരവും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതാണ് എനിക്ക് പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ അതില്ലാതെ കഴിച്ചത്. പപ്പടം ഇട്ട് കുഴച്ച് കഴിക്കണം. ഓക്കെ, അപ്പൊ നാളെ അത് ട്രൈ ചെയ്യാം. ബാബാ പോവാം. കഴിച്ചപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോവാണ്. പക്ഷെ വീണ്ടും പറയട്ടെ, ഇവിടുത്തെ ഈ വാക്സ് ഉണ്ടല്ലോ, നമ്മൾ തേക്കടിയിലാണെങ്കിലും കുമരകത്താണെങ്കിലും ഇറ്റ്സ് ആക്ച്വലി വാക്കിംഗ് ത്രൂ നേച്ചർ എന്നുള്ളൊരു ഫീലിംഗ്. ശരിക്കും നമുക്ക് ഏത് സ്ഥലത്താണ് നമ്മൾ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രോപ്പർ ഫീൽ കിട്ടും. സ്പൈസ് വില്ലേജ് തേക്കടി കൂടെ നടക്കുമ്പോൾ ശരിക്കും തേക്കടിയുടെ ഒരു ഫീലിംഗ് ആണ്. ഞാനിത് കുമരകത്തൂടെ, കോക്കനട്ട് ലഗൂൺ കുമരകത്തൂടെ നടക്കുമ്പോൾ കുമരകത്തിൻ്റെ ഒരു ശരിക്കും ഒരു ഫീലിംഗ് ആണ്. ദിസ് ഇസ് ദ പെർഫെക്റ്റ് പ്ലേസ് ടു എൻജോയ് കുമരകം.
ഗൈസ് അപ്പോൾ വേദുമോൻ ഉറങ്ങുവാണ്. അങ്ങനെ പ്രിയനെ പറഞ്ഞ് ഞാൻ പൂളിൽ ഇറക്കിച്ചു. 4 അടി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്നാലും പേടിയാണ്, അറ്റത്തൊന്നും മാറുന്നില്ല. പക്ഷേ ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പൂളിൽ ഇറങ്ങണത്. ആൻഡ് ദിസ് ഫീലിംഗ് ഇസ് അമേസിങ്. കാരണം ഇതാണ് ആംബിയൻസ്, പൂളിൻ്റെ ചുറ്റുമുള്ള ആംബിയൻസ് ഇതാണ്. ഇവിടുന്ന് നേരെ നമുക്ക് പാഡി ഫീൽഡ്സ് വ്യൂ ആണ്. ഇവിടെ ഫുൾ മരങ്ങളാണ്, നല്ല കാറ്റാണ്, പ്ലസന്റ് വെതർ. ഈവനിങ് 5 o'clock ആയി. ഇറ്റ് ഈസ് എൻ അമേസിങ് ഫീലിംഗ്. പ്രിയ നീന്തൽ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടല്ലേ? കൊള്ളാമെന്നുണ്ട്, പക്ഷെ എനിക്ക് പേടിയാ. എനിക്ക് വെള്ളം ഭയങ്കര പേടിയാ. പക്ഷെ എന്തൊരു ഫീലിംഗ് അല്ലേ? അമേസിങ് പ്രൈവറ്റ് പൂൾ. ഈ പൂളിൽ കിടക്കുന്ന ഒരു ഫീലിംഗ് വേറൊരു സുഖം തന്നെയാണ്. പക്ഷെ അതിപ്പോൾ പ്രൈവറ്റ് പൂളിൽ മാത്രമേ പറ്റുള്ളൂ. ആൻഡ് ഇത് ഒരു അടിപൊളി ഫീലാണ്. എസ്പെഷ്യലി ഈ ഒരു പ്രോപ്പർട്ടിയിലെ പ്രൈവറ്റ് പൂളിൽ ഭയങ്കര ഒരു ആംബിയൻസ് ആണ്. സാധാരണ പൂളിൽ ഇറങ്ങി 5 മിനിറ്റിൽ അല്ലെങ്കിൽ 10 മിനിറ്റിൽ ഇറങ്ങുന്ന ആൾ തിരിച്ച് കയറുന്ന ആളാണ് പ്രിയ. പക്ഷേ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഹാഫ് ആൻ അവർ 40 minutes ആയി ഈ പൂളിൻ്റെ അവിടെ തന്നെ ഇരിക്കുവാണ്. എന്തൊരു രസല്ലേ ശരിക്കും. ഈ നീന്തൽ അറിയാവുന്നവരൊക്കെ എന്തൊരു ഭാഗ്യമുള്ളവരല്ലേ, ഇങ്ങനെ നീന്തി ഫ്ലോട്ട് ചെയ്തിങ്ങനെ നടത്താം. ഞാൻ നാട്ടിൽ പോയിട്ട് ഉറപ്പായിട്ട് നീന്തൽ പഠിക്കുന്നത്. പ്രിയ പറയാൻ തുടങ്ങിയിട്ട് 7 വർഷം. നമ്മുടെ ആദ്യത്തെ ഹണിമൂണിന് ബാങ്കോക്ക് പോയപ്പോ നമ്മുടെ ആദ്യത്തെ ഫൈറ്റ് ഉണ്ടായ സമയത്ത് പറഞ്ഞതാണ് പ്രിയ പഠിക്കുന്നത്. വെള്ളം പേടിയായതുകൊണ്ടല്ലേ, പക്ഷെ ഉറപ്പായിട്ട് ഞാൻ പഠിക്കും. പക്ഷെ ഇവിടുത്തെ ഫീല് ഉണ്ടല്ലോ, മുകളിൽ ഈഗിള്, ഈ ബേർഡ് സാഞ്ചുറി ഒക്കെ ആയതുകൊണ്ട് പൂളിൽ കിടന്ന നേരെ ഒരുപാട് ബേർഡ്സിനെ കാണാം. അതിൻ്റെ അല്ലാതെ നേരെ കാണുന്ന ഒരു മരമാണ്, ഈഗിളിനെ കാണിച്ചു. അതല്ലാതെ ഇവിടുത്തെ മതിലിന് തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ വൈകുന്നേരം ഇതിന്റെ തൊട്ടപ്പുറം ഒരു കോഫി ഇരുന്ന് കുടിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതെ, എന്റെ ഫേവറേറ്റ് കോഫി വിത്ത് പഴംപൊരി. പഴംപൊരി കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും നോക്കാം. പക്ഷെ സച്ച് എ വണ്ടർഫുൾ ഫീലിംഗ്. ഒരു ഭയങ്കര പോസിറ്റീവ് ആൻഡ് റിലാക്സിങ് വൈബുള്ള ഒരു സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി, എസ്പെഷ്യലി ഈ ഏരിയ അല്ലേ? ഇറങ്ങുന്ന ടൈം ഉണ്ട്, അതാ കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ പൂളിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 1.5 മണിക്കൂറുകൾ പൂളിൽ ആയിരുന്നു. വേദു ബാക്കിയിട്ട് ഉറങ്ങുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു വൈകുന്നേരം ആകുമ്പോൾ ആംബിയൻസ് കുറച്ചും കൂടെ അടിപൊളിയാവും പൂളിൽ. ആൻഡ് പൂൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പ്രൈവറ്റ് പൂൾ ആയതുകൊണ്ട് 24 hours നമുക്ക് ഉപയോഗിക്കാം, ടൈം ലിമിറ്റ് ഇല്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വേറൊരു അടിപൊളി കാര്യം, നമുക്ക് പൂളിൽ നിന്ന് ഇറങ്ങി, ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇതിൽ കൂടെ കയറണ്ട, ഇത് നമുക്ക് അടച്ചിട്ടേക്കാം. എപ്പോഴും അടച്ചിടണം. AC ഓൺ ആണെങ്കിൽ എപ്പോഴും അടച്ചിടണം. ഇതിപ്പോൾ ഓഫാണ് AC, എന്നാലും ഞാൻ പറഞ്ഞതാണ് അടച്ചിടുക. അതല്ലാതെ നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് ഈ വഴി പോയി ഇത് ബാത്റൂമിലേക്കും കയറാം. സോ നമുക്ക് മെയിൻ റൂം ഒന്നും നനയ്ക്കണ്ട. ഗൈസ്, അപ്പോൾ സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാനും പ്രിയൊക്കെ കുളിച്ച് റെഡിയായി ചായക്ക് വെയിറ്റിംഗ് ആണ്. പക്ഷെ വേദുമോൻ എഴുന്നേറ്റിട്ടുണ്ട്, പ്രിയയുടെ കൂടെ വെളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ റൂമിൽ ഒന്നും കൂടെ ആംബിയൻസ് കാണിക്കും. പൊതുവെ നമ്മൾ തേക്കടി താമസിച്ചപ്പോഴും അല്ലാതെ ഇവിടെ താമസിക്കുമ്പോഴും ഫുള്ളി ഡിം ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് റിയലി ഗുഡ്. കാരണം ഭയങ്കര ഒരു ദേ വോണ്ട് us to relax. ആ ഒരു ഫീലിംഗ്, ദേ വോണ്ട് us to feel relaxed. ആൻഡ് അതിനുള്ള എല്ലാ എഫേർട്ട് അവർ എടുക്കുന്നുണ്ടെന്ന് ഉള്ള ഒരു ചെറിയൊരു സിമ്പിളാണ് ഇത്. ഇങ്ങനത്തെ ഒരു ലൈറ്റ്സ് വരുമ്പോൾ തന്നെ വി ഫീൽ സോ റിലാക്സ്ഡ്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ഓവറോൾ ആംബിയൻസ് ഓഫ് ദിസ് റൂം. ഇറ്റ്സ് സോ നൈസ്. പ്രിയം ഏതിനെ നോക്കട്ടെ, ദേ ഇരിക്കുന്നു. ഇത്രയും കസേര ഉണ്ടായിട്ടും രണ്ടുപേരും താഴെ ഇരുന്ന് കാറ്റും കൊണ്ട്, നല്ല കാറ്റുണ്ടല്ലേ? ഇത് ഭയങ്കര ഹാപ്പിയാണ്. എസ്പെഷ്യലി ഇങ്ങനെ നല്ല കാറ്റുമാണ് കേട്ടോ, നല്ല വ്യൂ ആണ് ഈവനിങ് ആണെങ്കിലും. ശരിക്കും ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ വീണ്ടും പറയുന്നത് മിസ് ചെയ്യുന്നത്. ഇങ്ങനെ വെളിയിൽ വെറുതെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത്. എന്തൊരു ഹാപ്പിയാണ് വേദു. അമ്മയാണെങ്കിലും ഭയങ്കര ഹാപ്പി. അവിടെ ഇരുന്ന് വേദുവിന്റെ പിസ്തയൊക്കെ അമ്മയാണ് തീർക്കുന്നത്. അതാണ് ഞാൻ എപ്പോഴും ചോദിക്കും, എവിടെ പോയി പിസ്ത എന്ന്. പ്രിയ പറയും വേദു കഴിച്ചു എന്ന്. അപ്പൊ ഗൈസ്, സ്നാക്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് പ്രിയയുടെ ഒക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ഒറ്റ ഒരു സ്നാക്കേ ഉള്ളു ഇവിടെ, പഴംപൊരി മാത്രം, വേറെ ഒന്നുമില്ല. അതെ, നോക്കേ അവിടെ ഇരിക്കുന്നത്. അവർക്കറിയാം കോൾഡ് കോഫി. ഞാൻ പഴംപൊരി കഴിക്കുന്നില്ല. 4 കഴിച്ചു. വേദുവിന് നട്സാണ് ഏറ്റവും. പഴംപൊരി കൊടുക്കും അമ്മ. എനിക്ക് കോൾഡ് കോഫി ഞാൻ എന്റെ എടുക്കട്ടെ. ആ നല്ല ചൂട് പഴംപൊരി. അയ്യോ,
കണ്ട ഇത് ഇപ്പൊ ചൂട് പഴംപൊരിയും കോഫിയും ആ വ്യൂ കാറ്റ്. ഞാൻ കോൾഡ് കോഫിയിൽ മാത്രം ആക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ സച്ച് എ റിയലി ഗുഡ് കോൾഡ് കോഫി. സ്ട്രോങ് കോഫിയാണ്, ക്രീമി ഫ്രോത്തി, ലിറ്റിൽ ബിറ്റ് സ്വീറ്റ്, പെർഫെക്റ്റ്. പഴംപൊരി പ്രിയ എൻജോയ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ല മൊരിച്ച നല്ല മധുരമുള്ള ചൂട് പഴംപൊരി. അടിപൊളിയല്ലേ? എന്നാ ഞാൻ ഒരെണ്ണം കഴിച്ചേക്കാം. ഇത് കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവുമല്ലോ കേട്ടാ. ഫേവറേറ്റ് ഫുഡ് പഴംപൊരി. അത് ഫേവറേറ്റ് പോസ്റ്റർ ഈ ചാരുകസേരയുടെ പോസ്റ്ററാണ് പ്രിയക്ക് ഏറ്റവും ഇഷ്ടം. അതിന്റെ കൂടെ നല്ല ഒരു വ്യൂവും നല്ല കാറ്റും ചൂട് കോഫി. ഇതാണ് പ്രിയയുടെ ഐഡിയ ഹെവൻ ഓഫ് ഡ്രീം ഓഫ് റിലാക്സേഷൻ. അത് ഇവിടെ തന്നെ കിട്ടി അല്ലേ? വേദു പൂള് കണ്ടു. അപ്പൊ നാളെ ഇറക്കാമെന്ന് വിചാരിച്ച, പക്ഷെ ഇന്ന് തന്നെ ഇറക്കുന്നുണ്ട്. റിയാക്ഷൻ നോക്കാം. 1 വർഷമായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വേദുവിന്റെ ഫസ്റ്റ് പൂൾ എക്സ്പീരിയൻസ്? ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യാ. നമുക്കൊന്ന് നോക്കാം. വേദു ഇറങ്ങുന്നില്ല, എന്നെ പിടിച്ച്. അമ്മനെ പോലെ പേടിയാണോ നീ? വേദുമോൻ വേദുവിന്റെ പേടിയാണ്. കുറച്ച് തണുപ്പുണ്ട് കേട്ടോ, പക്ഷെ നൈസ് വേണ്ട. അപ്പനെ കുളിപ്പിക്കാണോ വേദു? അപ്പനെ കുളിപ്പിക്കുന്നു. അപ്പനെ കുളിപ്പിക്കാ വേദു. അപ്പനെ കുളിപ്പിക്കാണോ നീ? വേദു ഇവിടെ നോക്കൂ, അത് നോക്ക്, ഇവിടെ നോക്കൂ. കണ്ടാ? ഇഷ്ടായി ഇഷ്ടായി. ഞാൻ കുളിച്ചതാ. ഇഷ്ടായി ഉണ്ണി? അപ്പനെ കുളിപ്പിക്കുക. ഫുൾ സോപ്പ് തരട്ടെ അമ്മ അപ്പനെ കുളിപ്പിക്കാൻ? ഇതുമ്മ ഇനി ഇതിന്ന് ഇറക്കാനായിരിക്കും പാട്. ഇഷ്ടപ്പെട്ടു പോയി. അതെനിക്കറിയും. അപ്പൊ ഗൈസ് ഞങ്ങള് കുറച്ചു നേരം എൻജോയ് ചെയ്തോട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേദു നല്ല ടയർഡോ, അപ്പൊ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും. എന്തായാലും ദിസ് ഇസ് ഹാപ്പിനെസ്. ഈ വേദുവിന്റെ കളിയും പിന്നെ ഞങ്ങൾക്ക് പൊതുവെ എനിക്ക് ഐ എം എ ക്യാൻസേറിയൻ, അതുകൊണ്ടായിരിക്കും വെള്ളം ഭയങ്കര ഇഷ്ടം. ഫോർ മീ ദി അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഐ ഗെറ്റ് ഫ്രം വാട്ടർ. പൂള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്നതായിരിക്കില്ല. സോ ദിസ് ഇസ് എ പെർഫെക്റ്റ് ഹോളിഡേ ഫോർ us. മതി കുളിപ്പിച്ചത്. ഉമ്മ ഓക്കെ ബൈ. ഞാനും വേദവും കളിക്കാൻ പോവാം. ബൈ ഗൈസ്. അപ്പത്തേ ഞങ്ങള് സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് വേദുവിന്റെ പുതിയ ഡ്രസ്സാണ്, ഇതും പുതിയ ഡ്രസ്സാണ്, ക്യൂട്ടായിട്ടുണ്ട്. എന്തായാലും ഐ എം ലവിങ് ദിസ് ഫീൽ, എസ്പെഷ്യലി ഇൻ ദി ഈവനിങ്സ്. ഈ ഒരു ലൈറ്റിങ്ങും ഫേർണിച്ചേഴ്സിന്റെ ഒരു എസ്തെറ്റിക്സും ഈ ഒരു ആംബിയൻസും, വേദുവിനാണെങ്കിൽ ഓടിക്കളിക്കാൻ കുറെ സ്ഥലവും. സോ ഹാപ്പി അറ്റ് ദിസ് പ്ലേസ്. ആൻഡ് ഈ ഓവറോൾ ഈ പ്ലേസിന്റെ ഒരു വൈബ് തന്നെ നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള രീതിയിലാണ് അതിന്റെ ഡിസൈനിങ്, അതിന്റെ വൈബും. ഇറ്റ്സ് സച്ച് എ പോസിറ്റീവ് വൈബ് ഹിയർ. വേദു ഞാൻ പറയുകയാണ്, പോസിറ്റീവ് വൈബാന്ന് ഇവിടെ അല്ലേ? അന്നൊരു ഹൈഫൈ തന്നേക്ക്. അത് നല്ല പെയിന്റിങ്ങാ. ഗായ്സ്, അപ്പോൾ ഡിന്നർ ടൈം ആയി. പക്ഷേ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് എത്തി. ജസ്റ്റ് വെളിയിൽ നിന്നുള്ളൊരു വ്യൂ കാണിക്കും. എന്തൊരു ഭംഗിയാന്ന് നോക്ക് റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ആൻഡ് ഇതിൻ്റെ അകത്ത് കയറുമ്പോഴും ഓരോ ടേബിളിലും അവർ ഇൻഡിവിജ്വലി ഇങ്ങനെ ലാൻറ്റേൺസ് കത്തിച്ച് വെച്ചിട്ടുണ്ട് ടു ആഡ് ടു ദ ആംബിയൻസ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ പ്രിറ്റി ഇവിടെ ഇരുന്ന് കഴിക്കാൻ. ഗൈസ്, ഇത് അവരുടെ ഇൻ ഹൗസ് റെസിപ്പിയാണ്. ഇഞ്ചി പുളി പ്രോൺസ്, ദാറ്റ് ഈസ് ജിഞ്ചർ ആൻഡ് ടാമറിൻ പ്രോൺസ്. ലുക്സ് ആബ്സല്യൂട്ട്ലി ഗോർജിയസ്. അവരുടെ ഓൺ റെസിപ്പിയാണ്, ഷെഫ് ഡെവലപ്പ് ചെയ്ത ഒരു ഡിഷാണ്. ഇറ്റ്സ് ലുക്കിംഗ് സോ അപ്പറ്റൈസിങ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു, കാരണം ഇറ്റ് ലുക്സ് ആബ്സല്യൂട്ട്ലി ഗോർജിയസ് ആൻഡ് ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ടേസ്റ്റ് റിയലി ഗുഡ്. ഗൈസ്, അപ്പോൾ ഐ എം എക്സൈറ്റഡ്. ഇവരുടെ ഒരു ഇൻ ഹൗസ് ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ ഐ എം സോ എക്സൈറ്റഡ്. പ്രോൺസ്, ഇഞ്ചി പുളി പ്രോൺസ്. സ്മാഷിംഗ് ഡിഷ്, സ്മാഷിംഗ്. ചെറിയൊരു പുളി, ഇഞ്ചിയുടെ ജിഞ്ചറിൻ്റെ ഒരു ഹിൻറ്റ്, എന്തിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. ആഫ്റ്റർ ടേസ്റ്റ് ജിഞ്ചറിൻ്റെ ആണ്. പ്രോൺസ് സോ ഡെലിക്കേറ്റ്ലി കുക്ക്ഡ്. മാക്സിമം ഒരു 2 to 3 minutes കുക്ക് ചെയ്തിട്ടുള്ളൂ. ആൻഡ് പ്രോൺസിൻ്റെ ഫ്ലേവറും ഉണ്ട്, ഇത്രയും സ്പൈസസ് ഉണ്ടായിട്ടും. ഔട്ട്സ്റ്റാൻഡിങ് ഡിഷ്, സിംപ്ലി ഔട്ട്സ്റ്റാൻഡിങ്. മസ്റ്റ് ട്രൈ ഡിഷ് ഈ CGH കോക്കനട്ട് ലഗൂണിലെ ഇഞ്ചി പുളി പ്രോൺസ്. അടിപൊളി. ഗൈസ്, ഈ സൂപ്പ് ഞാൻ ആക്ച്വലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊരു സുഹൃത്ത് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്തതാണ്.
പുള്ളിക്കാരൻ പറഞ്ഞ അടിപൊളിയാണ് ഇവിടുത്തെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. കണ്ടിട്ടൊരു വളരെ ഡിഫറെൻറ്റ് സാധനമാണ്. അതിൻ്റെ കൂടെ ബട്ടർ തന്നിട്ടുണ്ട്, ബ്രെഡ്. ഇവിടെയും അവരങ്ങനെ മൈദ മാക്സിമം ഉപയോഗിക്കുന്നത് കുറവാണ്. സോ വീറ്റ് ബ്രെഡ് ആണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സിദ്ധാർത്ഥ് പറഞ്ഞ സത്യമാണോ എന്ന് നോക്കാമല്ലോ. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഔട്ട്സ്റ്റാൻഡിങ്. സാധാരണ മറ്റേ കോൺഫ്ലവർ ഒക്കെ ഇട്ട് കട്ടി കൂട്ടിയ ആ സംഭവമല്ല ഇത്. കുറച്ചൊരു ഫ്യൂഷൻ സംഭവമാണ്. കോണുണ്ട്, ആ കോണിൽ നിന്ന് വരുന്ന സ്വീറ്റ്നസ് മാത്രമേ ഉള്ളൂ, വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നത്. ഓബിയസ്ലി ചിക്കൻ ഷ്രെഡ്സ് ഉണ്ട്, കുറച്ച് പെപ്പർ ഉണ്ട്, ആൻഡ് ഇത് അങ്ങനെ സിമ്മർ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു തിക്നെസ് ആണ്. ആൻഡ് ഇറ്റ്സ് സോ ഫ്ലേവർഫുൾ. ഒരു തരി പെപ്പറോ സോൾട്ടോ സോസോ ഒന്നും നമ്മൾ ആഡ് ചെയ്യണ്ട. സോ ഫ്ലേവർഫുൾ, അൺബിലീവബിളി ഗുഡ്. അപ്പോൾ സിദ്ധാർത്ഥ്, താങ്ക് യു ഗൈസ്. അപ്പോൾ മെയിൻ കോഴ്സ് എത്തിയിട്ടുണ്ട്. ഒരു സംഭവമാണ്. ഫസ്റ്റ്ലി കരിമീൻ പൊളിച്ചത്. ഇവിടുത്തെ വേമ്പനാട് ലേക്കിൽ നിന്ന് പിടിച്ച കരിമീനാണ്. അതിൻ്റെ കൂടെ കല്ലപ്പം. അതിൻ്റെ പ്ലേറ്റിംഗ് കണ്ട, ഫിഷിൻ്റെ പ്ലേറ്റിൽ തന്നെയാണ് അവർ ഫിഷ് തന്നിരിക്കുന്നത്. സോ അൺബിലീവബിൾ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. അതല്ലാതെ ഇത് പ്രിയയ്ക്ക് ഞാൻ കൊടുക്കാം, ഞാൻ ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇത് ചേനപ്പുഴുക്കാണ്. ആൻഡ് ദിസ് ഇസ് കുരുമുളക് ഇട്ട പോക്ക് ഫ്രൈ വിച്ച് ഇസ് മൈ ഫേവറേറ്റ്. ഇവരുടെ ഈ പെപ്പർ അവർ ഫസ്റ്റ് ഗ്രേഡ് പെപ്പറാണ് ഉപയോഗിക്കുന്നത്. സോ ദേ ഡയറക്ട്ലി ബൈ ഇറ്റ് ഫ്രം ദി ഫാമേഴ്സ്. ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവരുന്ന പെപ്പറാണ്. ആൻഡ് പോക്ക് ഇസ് ഫ്രം ദ ലോക്കൽ ഫാം. സോ യു ഹാവ് ദ ബെസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്. അതിൻ്റെ കൂടെ ഒരു നല്ല ഷെഫും കൂടി ആകുമ്പോൾ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി മാജിക് ഓൺ അവർ ടങ്. ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദിസ്. നമ്മുടെ അൺബോക്സിങ് പ്രിയ ചെയ്യുന്നതായിരിക്കും കരിമീൻ്റെ. പ്രിയയുടെ ഫേവറേറ്റ് ആണ് മീൻ പൊളിച്ചത്. അപ്പോൾ പ്രിയ എൻ്റെ അൺബോക്സിങ് നടക്കട്ടെ. തുറന്നോളൂ, ധൈര്യത്തോടെ തുറന്നോളൂ. Oh my God, look at that spice. Look at the glazing. Look at the smell. നിങ്ങൾക്ക് സ്മെല്ല് പിന്നെ കിട്ടില്ലല്ലോ. It's going to be heavenly guys, heavenly. അതല്ലാതെ പോക്കിൻ്റെ ഒക്കെ ഒന്ന് നിങ്ങളെ ആ ഒരു പെർഫെക്ഷൻ നോക്കുക. അത് തന്നെ ഒരു സംഭവമായിരിക്കും ഈ മീൻ. പ്രിയ ടേസ്റ്റിംഗ് ആണ്. പ്രിയയുടെ ഫേവറേറ്റ് ആണ് മീൻ പൊള്ളിച്ചത്. ചൂടാണ്, നല്ല ചൂട് മീൻ പൊള്ളിച്ചത്. കാഷ്യൂനട്ടൊക്കെ ഉണ്ടോ? മസാലയും കാഷ്യൂനട്ടൊക്കെ ഇതിലൊന്ന് കഴിച്ച് നോക്കുക. മീൻ പൊള്ളിച്ചത് ഇത് സോ സോഫ്റ്റ്, സോ ഡെലിക്കേറ്റ്. ദ ഫിഷ് ഇസ് സോ ഡെലിക്കേറ്റ്, സോ ഫിഷ്. ഈ മണ്ണിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല. കരിമീൻ സാധാരണ മണ്ണിൻ്റെ ഒരു ടേസ്റ്റ് വരും, അതില്ല. മസാലയിൽ മുളക് പൊടിയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഫ്ലേവർ. ഇറ്റ് ഇസ് വേറൊരു സംഭവം. സാധാരണ മീൻ പൊള്ളിച്ച എല്ലാവരും വറുത്തിട്ടൊക്കെയാണ് പിന്നെ പൊള്ളിക്കുന്നത്. ഇവർ ഫ്രഷ് കരിമീൻ എടുത്ത് മസാല വരട്ടി അങ്ങനെ തന്നെ എടുത്ത് പൊള്ളിക്കുവാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഒരു സോഫ്റ്റ്നെസ്, അത് ഇസ് അൺബിലീവബിൾ. ദിസ് ഇസ് സോ ഗുഡ്. ഇതിൽ എന്ത് റെക്കമെൻഡ് ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഇത് മീനിൻ്റെ കളറൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. ഫിഷ് ലവേഴ്സിൻ്റെ ഹെവൻ ആയിരിക്കും ഇത് ഓർഡർ ചെയ്താൽ. അതിൻ്റെ കൂടെ അപ്പം സോഫ്റ്റ്, ലിറ്റിൽ ബിറ്റ് സ്വീറ്റ്, ഫ്ലഫി, ടേസ്റ്റി ഗൈസ്. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഈ ചേനപ്പുഴുക്ക് കഴിക്കുന്നത്. ഇറ്റ് നല്ല ഭയങ്കര ഹെൽത്തിയാണ് ഓബിയസ്ലി. അതല്ലാതെ ഇതിലൊരു തേങ്ങ ചമ്മന്തിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇറ്റ്സ് റിയലി നൈസ് കേട്ടോ. കടുക്, തേങ്ങ, കറിവേപ്പില, കുറച്ച് പുളി, ഇറ്റ്സ് റിയലി ഗുഡ്. പക്ഷേ അവരുടെ പോക്ക് ഉണ്ടല്ലോ, പെപ്പർ പോക്ക് ഫ്രൈ, ഔട്ട്സ്റ്റാൻഡിങ്. പ്രിയ മതി പ്രിയ, എൻ്റെ പ്ലേറ്റും എല്ലാം എടുത്തോണ്ട്. പ്രിയ എപ്പോഴും പറഞ്ഞ് മുള്ളിന്ന് ഓരോ മീൻസ് എടുത്ത് കഴിക്കുക. അത്രയ്ക്ക് ടേസ്റ്റ്, ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. ഗൈസ്, ഇത് വട്ടയിലപ്പം എന്ന് പറഞ്ഞ സംഭവമാണ്. എക്സ്ട്രീംലി ഹെൽത്തിയാണ്. കോക്കനട്ട് മിൽക്ക്, ജാഗറി, കാർഡമം ആൻഡ് എഗ്സ്. അപ്പോൾ ദസ് നോ ഷുഗർ. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ഇൻഹൗസ് ഡിഷാണ്. അപ്പം ഞാൻ ഇപ്പോൾ പ്രിയ ഇത് റിവ്യൂ എടുക്കണ്ടേ ഞാൻ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പ്രിയ ഇരുന്നത്. പക്ഷേ പ്രിയ അതിൻ്റെ ഒരു സ്പൂൺ എടുത്തപ്പോൾ ഗൈസ്, ഞാൻ ശരിക്കും പ്രിയ ഇത്രയും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു ഡെസേർട്ട് കഴിച്ചിട്ട് ഈ അടുത്തിടയ്ക്കൊന്നും. ആണല്ലേ? ടൂ ഗുഡിന് വേറെ അപ്പുറം അതൊക്കെ മേലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതാണ് ടൂ ഗുഡ്. ഗൈസ്, ഞാൻ സംഭവം കഴിച്ചു. ഇറ്റ് ഈസ് ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്. കസ്റ്റേർഡിൻ്റെ ഒരു 10 times ബെറ്റർ റീഇൻവെൻറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും, അത് തന്നെയാണ് സംഭവം. ഇറ്റ് ഇസ് സോ ഡെലിഷ്യസ്.
so yummy. So perfect way to end the night. We had lots of fun today. അപ്പോൾ ഞങ്ങളിപ്പോൾ കോക്കനട്ട് ലഗൂണിലാണ് കുമരകം. If you guys are interested in booking this property, ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. അവരെ നേരിട്ട് വിളിച്ച് ബുക്ക് ചെയ്യുക. മെൻഷൻ OHF if you can. Hopefully they'll give you a better rates. അതല്ലാതെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് ഇൻക്ലൂഡിങ് ഓൾ മീൽസ് ഉള്ള പാക്കേജ് ചോദിച്ചെടുക്കുക. എന്നാലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള അത്രയും ഫുഡ് കഴിക്കാം, ഓർഡർ ചെയ്യാം. You don't have to be concerned about the bill. So I feel that is the best option to book an all-inclusive package, including food. So നാളെ ഇനി ഒരുപാട് ഞങ്ങൾക്ക് ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. It's exciting. We are so happy. And take care. Good night. Stay healthy. Stay happy.